ഞാൻ സാധാരണ ഒരു ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എടുത്തു, അതിൽ ക്രിയേറ്റ് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു പിക്ചർ ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചറിനെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം പോളാർ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ നിന്ന് എടുത്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിലാണ് ഞാൻ ആ എഫക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഇത് കണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിന് എനിക്ക് റിമൂവ് ചെയ്യാം. പുതിയ വെർഷനിൽ ഇതുപോലെ ഒറ്റ ക്ലിക്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. അല്ലെങ്കിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം? സെലക്ട് സബ്ജക്റ്റ്, സെലക്ട് ഇൻവേഴ്സ്. എങ്ങനെയാണ്? അതായത് സെലക്ട് ഏതാണ്? സബ്ജക്റ്റ്. സെലക്ട് സബ്ജക്റ്റ്. അപ്പോഴത്തേക്ക് ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് സെലക്ട് ആവും. നമ്മൾ എവിടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? സെലക്ട് സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ഇങ്ങനെ സെലക്ട് ആവും, കണ്ടോ? എന്നിട്ട് സെലക്ട് എന്ത് കൊടുക്കാം? ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ അപ്പോഴത്തേക്ക് തിരിയും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് കൊടുക്കും കീബോർഡിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഡ് നോട്ട് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ് ബിക്കോസ് ദ സ്മാർട്ട് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി എഡിറ്റബിൾ. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് എന്താണ്? അതിൻ്റെ അത് ലിങ്ക് ഉണ്ട്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, എന്നിട്ട് എന്ത് ചെയ്യുക? എവിടെയെങ്കിലും ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരുന്നു ഇങ്ങനെ. ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതാ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ഒറ്റ ക്ലിക്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ആവും. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സെലക്ട് സബ്ജക്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റ് മൊത്തം സെലക്ട് ചെയ്യും. ഇത് ഡിലീറ്റ് ചെയ്ത് കളയരുത്. സെലക്ട് എന്ത് കൊടുക്കുക? ഇൻവേഴ്സ് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു പിക്ചർ മാത്രം എനിക്കിതാ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു വേറൊരു എക്സ്ട്രാ ഒരു സംഭവം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. എക്സ്ട്രാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് നമ്മൾ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും 1 2 3 1 2 3 ഇതാണ് ക്രിയേറ്റ് ന്യൂ ഫില്ലർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. അതിൻ്റെ അകത്ത് ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഗ്രേഡിയൻറ്റ്. ഈ ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രേഡിയൻറ്റ് ഫില്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് ടു ട്രാൻസ്പാരൻറ്റ്. അപ്പോൾ ഞാൻ ഈ വൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലൂ കൊടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്ലൂ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ട്രാൻസ്പാരൻസി ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പാരൻസി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ 100% നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു കളറിലേക്ക് വരാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കളറ് ഒന്നും കൂടി ഞാൻ ഈ കളറിനെ ഒന്ന് ലൈറ്റൺ ആക്കി. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഇവിടെ ഉണ്ട്, കണ്ടോ? ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗ്രേഡിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഗ്രേഡിയൻറ്റ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. ഒരു വട്ടം കൂടെ പറയാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്യുക. സോളിഡ് കളർ ആണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? ഇതിൻ്റെ അകത്ത് ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കളർ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ബ്ലെൻഡ് ആവും. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇതെല്ലാം ഡീഫോൾട്ട് ആയിട്ടുള്ളതുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയും കളർ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കളറിനെ എടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തേ 3 കളർ വെച്ച് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇതിനെ വീണ്ടും എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമുക്ക് ഈ ലീനിയർ മാറ്റിയിട്ട് റേഡിയലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അത് നമുക്കിങ്ങനെ കറക്കാം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഇങ്ങനെ കുറയ്ക്കാം, സ്കെയിൽ കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആംഗിള് റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് റിഫ്ലക്റ്റഡ് ഇങ്ങനെ കൊടുക്കാം. ഇതാ നോക്കിയേ, കണ്ടോ? ഇങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിയും. അതേപോലെ റിഫ്ലക്റ്റഡ് മാറ്റിയിട്ട് ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് ആയിരിക്കും. അതിനെ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ കണ്ടോ ഡയമണ്ട് ആ ഒരു രീതിയിലുള്ള ഇത് വരും. അപ്പം നമുക്ക് നമ്മുടെ ചോയ്സാണ് എന്താക്കണം എന്നുള്ള കാര്യം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. റേഡിയൽ ആണെങ്കിൽ റേഡിയൽ, ലീനിയർ ആണെങ്കിൽ ലീനിയർ. അതായത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ, സാധാരണ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മൂവ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ലീനിയർ മാറ്റിയിട്ട് ഞാൻ റേഡിയലാക്കിയാൽ കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്യാം. റേഡിയൽ മാറ്റിയിട്ട് ആംഗിൾ ആക്കിയാൽ ഇതിങ്ങനെ മൂവ് ചെയ്യാം. വീണ്ടും
ലീനിയർ ആക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. മറിച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്ലൗഡ് ആണെങ്കിൽ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ്, ഇത് ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ഗ്രേഡിയൻസ് അവർ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യുന്നു. പിങ്ക് ആണെന്നുണ്ടെങ്കിൽ പിങ്കിൻ്റെ പല വേരിയൻറ്റ് കളേഴ്സ് ഉണ്ട്. ആ ഒരു വേരിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു കളർ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് കളറാക്കി കൊടുക്കാം. ഇതിങ്ങനെ വരും. ഇപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തിട്ട് ഇതിന് ലീനിയർ മാറ്റി റേഡിയലാക്കാം. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം. 3 കളറുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് വന്നാൽ എല്ലാ കളറും നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്കെയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ 3 കളറും തമ്മിൽ ബ്ലെൻഡ് ആയിരിക്കുകയാണ്. അതാണ് അതങ്ങനെ കാണുന്നത്. റേഡിയൽ മാറ്റുക, ആംഗിൾ ആക്കുക, ഡയമണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിത് ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഒന്നും കൂടെ ഞാൻ ഗ്രേഡിയൻ്റ് എടുക്കുകയാണ്. ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഏതാണ് ഗ്രേഡിയൻറ്റ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് ഏത് ഗ്രേഡിയൻ്റാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഗ്രേഡിയൻറ്റ് ഞാനിവിടെ പിക്ക് ചെയ്ത് കൊടുത്തു. ഏതാണ് നമുക്ക് വേണ്ട ഗ്രേഡിയൻറ്റ് ആ ഒരു ഗ്രേഡിയൻറ്റിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഒരു ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇത് മതി. തൽക്കാലത്തേക്ക് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇതിനെ വലിച്ച് ഇതിൻ്റെ താഴെ ഇടുക. ഓക്കെ, ഇപ്പോൾ എന്ത് പറ്റി, ഈ പിക്ചറിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ഈ ഒരു ആളിൻ്റെ ഇതുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടും ഇതും നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞൊരു മെനു ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടെക്സ്ചർ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് റെക്റ്റാങ്കിൾ ടൂളുണ്ട്. റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഇവിടെ നിന്ന് എടുക്കാം. ഇതിങ്ങനെ ഇപ്പോൾ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്ചർ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്ത് പറ്റി, ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ കോപ്പി ചെയ്യാം. എഡിറ്റ്, കോപ്പി ചെയ്തിട്ട് നമുക്ക് നേരെ ഈ രണ്ടാമത്തെ ലെയറിൽ വന്നിട്ട് എഡിറ്റിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇവിടെ എന്താ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഞാനിങ്ങനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മൂവ് ചെയ്തിട്ട് Ctrl T അടിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ കറക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് വേണമെങ്കിൽ ആ ഒരു ഏരിയക്കകത്ത് കൊണ്ടുവച്ച് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ, അതിൻ്റെ അകത്ത് ഞാൻ ഇതാ പറഞ്ഞത്, പോളാർ കോർഡിനേറ്റ്സ്. ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് പോളാർ കോർഡിനേറ്റ്സ് എഴുതിക്കണം. ഫിൽട്ടറിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണേ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്സ് വരും. റെക്റ്റാങ്കുലർ ടു പോളാറും പോളാർ ടു റെക്റ്റാങ്കുലറും. ഞാൻ ആദ്യം റെക്റ്റാങ്കുലർ ടു പോളാർ ആക്കി നോക്കുക. ജസ്റ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതിങ്ങനെ കറങ്ങി വന്നു. കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വേറെ രീതിയിലൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഒന്നുകൂടെ Ctrl T അടിച്ചിട്ട് സ്വല്പം കൂടെ ഇങ്ങനെ വേണമെങ്കിൽ വലുതാക്കാം. ഇങ്ങനെയും വലുതാക്കാം. എന്നിട്ട് മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഏതിൻ്റെ അകത്ത്, ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് പോളാർ കോർഡിനേറ്റ്സ്. ഇപ്പോൾ പോളാർ ടു റെക്റ്റാങ്കിൾ ആണെങ്കിലോ ഇത് ഇങ്ങനെ വരും. കണ്ടോ, അപ്പോൾ ഇതല്ല നമുക്ക് ആവശ്യം. നമ്മൾ ഫസ്റ്റ് മെനു തന്നെയാണ് ആവശ്യം. വേണമെങ്കിൽ Ctrl T അടിച്ചിട്ട് മൊത്തം ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടും വയ്ക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ വേണമെങ്കിലും വയ്ക്കാം, ഫുള്ള് വയ്ക്കാം. അപ്പം മൊത്തത്തിൽ കറങ്ങി വരും. അതിനുശേഷം ഫിൽട്ടർ, ഡിസ്ട്രോട്ട്, പോളാർ കോർഡിനേറ്റ് സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കുലർ ടു പോളാർ, ഒരു ക്ലിക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടുന്ന് കറക്റ്റായിട്ട് കിട്ടി. കണ്ടോ, ഇപ്പം നമുക്ക് ആ ഒരു ടെക്സ്ചർ എന്താണ്, ആ പുള്ളിയുടെ ആ ഒരു ടെക്സ്ചറും ഇതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഞാൻ ഇനി ഇവിടെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്തോട്ട് ആക്കണം. മൂവ് ചെയ്ത് അകത്തോട്ടാക്കണം. ഇത് ഈ ബാച്ചേ ഉള്ളൂ. വേറെ ഉണ്ടോ, ബാച്ച് ഉണ്ടോ? അവർ വന്നിരിക്കുകയാണോ? ഇതിപ്പോൾ ഒരു 3:30 ആകുമ്പോൾ തീരും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ പുറകിലോട്ട് കൊണ്ടുവരണം. എങ്ങനെ?
ഇതിൻ്റെ പുറകിലുള്ള ആളിൻ്റെ പുറകിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഏതാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്താണ് മാസ്ക്. ഓക്കെ, മാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റിൻ്റെ അകത്ത് ബ്ലാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു പോർഷൻ മാത്രം കിട്ടിയാൽ മതി. ഞാൻ സ്വല്പം കൂടെ സ്കെയിൽ ചെയ്യണേ. അതായത് ആളുടെ ഉടുപ്പ് മാത്രം, ഉടുപ്പിൻ്റെ ഭാഗം മാത്രം. അത് അങ്ങനെ ക്ലിക്ക് ചെയ്താൽ പോയി. തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് തിരിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ അതിനെ ചെറുതാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതാകുമ്പോൾ അതിൻ്റെ പുറകിലൂടെ കയറി പോകുന്നൊരു ഫീല് കിട്ടും. ഇത് പക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് ചെറിയ പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം ഏത് വരെ കറക്റ്റ് ആവും എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യുന്നു. ആ ഏതൊക്കെ ഏരിയ വരെയാണ് വേണ്ടത് ആ ഒരു ഏരിയ മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇത് ആയിട്ടുണ്ട്. ഇവിടെയും വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഭാഗം കാണാത്ത രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഉണ്ടോ, ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഭാഗം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാല് മാത്രം ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ. കാല് മാത്രം ശ്രദ്ധിച്ച് അവിടെ മാത്രം പെയിൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ Ctrl+ അടിച്ചു, അതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ എടുത്തു, ഇതിൻ്റെ അകത്ത് സ്വല്പം ഒന്ന് വലുതാക്കി ഈ കാലിൻ്റെ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക, ബ്ലാക്ക് ആക്കുക, കാലിൻ്റെ ഭാഗം മാത്രം. അത് കാലിൻ്റെ എഡ്ജ് മാത്രമേ വരാവുള്ളൂ. അപ്പോൾ എഡ്ജ് ആകുമ്പോൾ നമ്മൾ നല്ലവണ്ണം ചെറുതാക്കി പെയിൻറ്റ് ചെയ്യുക. അതാ ഓക്കെ. അപ്പോൾ ഈ രണ്ട് എഡ്ജസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ നമ്മളതൊന്ന് പെയിൻറ്റ് ചെയ്ത് കയറ്റുക. സ്വല്പം കൂടെ ചെറുതാക്കിയിട്ട് ഈ ഏരിയയൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല വ്യക്തമായിട്ട് പെയിൻറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഈ ഏരിയയൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് പെയിൻറ്റ് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യുന്നു, ഈ ഒരു എഡ്ജിൽ ഇതുണ്ട്. ഇപ്പം നോക്കിയേ കണ്ടോ. അപ്പോൾ കൈയും ഇതും അകത്ത് പോയൊരു ഫീലുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമുള്ളൂ. നോക്കിയേ, ഇവിടെ ഞാൻ Ctrl+ അടിക്കുമ്പോൾ ഈ ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. അതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഞാനിപ്പോൾ അത്രയും ഡെപ്ത് ഏരിയയിലോട്ട് പോകുന്നില്ല. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു എഫക്റ്റ് തന്നെ, അതായത് ആ ഒരു എഫക്റ്റ് തന്നെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീലിൽ നമ്മൾ കൊണ്ടുവന്നു. അതുപോലെ ഈ എഡ്ജിലും പ്രശ്നമുണ്ട്. ഈ എഡ്ജ് ആ ഒരു എഡ്ജസിലെല്ലാം മിക്കവാറും പ്രശ്നം കാണും. അത് നോർമലാണ് നമ്മൾ ചെയ്യുമ്പോൾ. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യല്ലേ, ഇതിൻ്റെ അകത്ത് തന്നെ പെയിൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ആളിങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ഇനി ഇതിൻ്റെ റിഫ്ലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, മെർജ് ഓൾ ലെയേഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ ചെറുതാക്കാം. Ctrl+T അടിച്ചിട്ട് ഞാൻ അതിന് സ്വല്പം കൂടെ ചെറുതാക്കിയിട്ട് മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+J എന്നിട്ട് മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. Ctrl+T, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വേർട്ടിക്കലി തിരിച്ച് വെച്ച് കൊടുക്കുക. ആ കാലിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യണം. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വേറൊരു രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഏതാണ് Ctrl+T, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വെർട്ടിക്കലി. അപ്പോൾ വെർട്ടിക്കലി കൊടുക്കുമ്പോൾ കണ്ടോ ഇത് കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ ഈ കാലിന് നീളം വരുന്നില്ല. പക്ഷേ ഷാഡോ ആകുമ്പോൾ പക്ക അങ്ങനെ വരണ്ടേ, ഷാഡോ എല്ലാം റിഫ്ലക്ഷൻ ആകുമ്പോൾ. സോ Ctrl+T അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാണ് വാർപ്പ് അല്ലെങ്കിൽ റാപ്പ് എന്ന് പറയാം. അതിനെ പിടിച്ചിട്ട് ഈ ഒരു എഡ്ജിൽ മാത്രം മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു മാസ്ക് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ എന്ത് പറ്റും, മാസ്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. ബ്ലാക്ക് ടു വൈറ്റ് ആണ്. ഇത് ഇങ്ങനെ ട്രാൻസ്പാരൻസി ആയിട്ട് വരും അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ സെലക്ട് ചെയ്തിട്ട് Ctrl+I അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മാഞ്ഞു പോകും. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇത് വരുന്നത്. ഇവിടെ വൈറ്റ് ഇട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു 50% ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ തൊട്ടടുത്തുള്ള 100 തന്നെ ഇരുന്നോട്ടെ.
ഇങ്ങനെ ഞാൻ പെയിൻറ്റ് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങനെ. എന്നിട്ട് 100 എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു 50 ആക്കി. ഓക്കെ, അപ്പോൾ ട്രാൻസ്പാരൻസി ആയി 50 ആകുമ്പോൾ. ഓക്കെ, പിന്നെ 50 എന്നുള്ളത് ഞാൻ ഒരു 10 ആക്കി. എന്നിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻസി കുറഞ്ഞു വരും. ട്രാൻസ്പാരൻസി കുറഞ്ഞു വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റിയും കൂടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അത് മാത്രം നിങ്ങൾക്ക് മനസ്സിലായില്ല, അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാണ്, ഇതിനെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എങ്ങനെയാണ്? Ctrl+J. ഓക്കെ, Ctrl+T, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വേർട്ടിക്കലി. എന്നിട്ട് ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, Ctrl+T, റൈറ്റ് ക്ലിക്ക്, റാപ്പ്. ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്തൊരു മാസ്ക് കൊടുക്കാം അല്ലേ? മാസ്ക് കൊടുക്കാമോ മാസ്ക്? എന്താ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട്? ആദ്യം മാസ്ക് കൊടുത്തതിന് ശേഷം Ctrl+I, അപ്പോൾ അത് തിരിയും. ഇനി ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് ഇട്ടിട്ട് സ്മൂത്ത് റൗണ്ടഡ് ബ്രഷ്, സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷ് ആയിരിക്കണം, അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചിട്ട് അവിടെ നിന്ന് കൂട്ടാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം, ഇവിടെ നിന്ന് നമുക്ക് 10 ഇട്ടിട്ട് പതുക്കെ പെയിൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ല ട്രാൻസ്പാരൻസി കിട്ടും. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പാരൻസി കൂട്ടിയിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 80 ആക്കിയെന്ന് വെച്ചു. ഇവിടെ 80 ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കണ്ടോ, ഇതിപ്പോൾ കുറച്ചൊരു നമുക്ക് കാണത്തക്ക രീതിയിലായി. പിന്നെ ഞാൻ 10 ഇട്ട് വീണ്ടും അവിടെ പതുക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി നമുക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് നല്ലവണ്ണം കുറച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എന്ത് എഫക്റ്റാണ് പഠിക്കുന്നത്? എഫക്റ്റിൻ്റെ പേര് പറഞ്ഞേ. പോളാർ കോർഡിനേറ്റ്. POLAR, പോളാർ കോർഡിനേറ്റ്സ്. ഫിൽട്ടർ ഡിസ്റ്റോർട്ടിൻ്റെ അകത്ത് COO ഉണ്ട്, CORDINATS. COORDINATS. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനിതിനെ താഴെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഓക്കെ, പോളാർ കോർഡിനേറ്റ്സ് സിയും കൂടെ താഴെ ടൈപ്പ് ചെയ്തു. ഓക്കെ, തിരിച്ച്. കാരണം ഇതിൻ്റെ അകത്ത് സ്പേസ് ഇല്ലാത്തതാണ് പ്രശ്നം. നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+X അടിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ടെക്സ്റ്റിന് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്കതിനെ വലുതാക്കാം. ഇത് എത്രത്തോളം വലുതാക്കുന്നോ അത്രത്തോളം അത് കറക്റ്റായി വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കിയാൽ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് കൊടുത്തു. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഏരിയക്കകത്ത് നമുക്കത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഈ ഒരു കളർ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, കണ്ടോ, അത് മാത്രം വന്നു. എന്നിട്ട് ഇതിന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഇവിടെ നിന്നൊരു കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഓക്കെ എടുത്തു. ഇതല്ല, സ്വല്പം കൂടെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഈ ഒരു കളർ കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു കളറും കൂടെ കൊടുക്കുക. സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. അല്ല, നിങ്ങൾക്ക് വേറെ കളറാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കണോണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വൈറ്റ് തന്നെ കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ വരും. ജസ്റ്റ് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് തന്നെ കൊടുക്കുക. അവിടെ മൊത്തം മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. കണ്ടോ? ഇതാണ് പോളാർ കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. റിഫ്ലക്ഷനും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കണം? എല്ലാം പ്രോപ്പർ ആയിരിക്കണം.